വിദ്യാർത്ഥികളുടെ പാർലമെന്റ് പ്രതിഷേധത്തിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സിജെപി സമരത്തിനിടെ കല്ലുകളുമായി എത്തിയത് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ട്രക്കെന്ന സ്ഥിരീകരണമായതോടെ പോലീസ് വാദം പൊളിഞ്ഞു. അതേസമയം സിജെപി പ്രതിഷേധത്തിലെ മോദിക്കെതിരായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് എക്സിന് നോട്ടീസ് അയച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ അടിച്ചമർത്താനായി ദില്ലി പോലീസ് നടത്തിയ ഇടപെടലുകളിൽ ദുരൂഹതയേറുകയാണ്. പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ജന്തർ മന്ദിറിലെത്തിയത് സമരത്തിന് 4 ദിവസം മുമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനമാണ് എന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ ദില്ലി പോലീസ് സംശയനിലയിൽ ആവുകയാണ്. കല്ലുമായി വന്ന ട്രക്കുമായി ബന്ധമില്ലെന്നായിരുന്നു പോലീസിന്റെ ആദ്യ വിശദീകരണം. എന്നാൽ വാഹനത്തെക്കുറിച്ചുള്ള ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ കസ്റ്റഡിയിലെടുത്ത വാഹനമാണ് എന്ന് പോലീസ് സമ്മതിച്ചു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ സ്ഥലമില്ലാത്തതിനാൽ വാഹനത്തിലുണ്ടായിരുന്ന ലോഡ് ഒഴിവാക്കാനാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയതെന്നാണ് പുതിയ വിശദീകരണം. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലത്ത് കല്ലുകളുമായുള്ള വാഹനം പ്രത്യക്ഷപ്പെട്ടതിൽ ദുരൂഹത നിറയുകയാണ്. അതേസമയം സിജെപി പ്രതിഷേധത്തിന്റെ ഭാഗമായി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട മോദിക്കെതിരായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് എക്സിന് നോട്ടീസ് നൽകി. അപകീർത്തികരമായ പോസ്റ്റുകളിൽ നടപടി ആവശ്യപ്പെട്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. പോസ്റ്റുകളും വീഡിയോകളും ഉടൻ നീക്കം ചെയ്യണമെന്നും പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് ഉടമയുടെ പേരും വിലാസവും ലോഗൌട്ട് വിവരങ്ങളും ഉൾപ്പെടെ കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലി പോലീസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.